ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വീട്ടുകളിൽ പാല് വാങ്ങിക്കാതിരിക്കത്തില്ല, എല്ലാവരുടെയും വീട്ടുകളിൽ പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നൊരു വീഡിയോ കാണിക്കുന്നത്. നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ പാല് കാച്ചി അങ്ങ് ചായക്കോ കാപ്പിക്കോ അല്ലെങ്കിൽ കുടിക്കാനോ ഒക്കെ അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഇച്ചിരി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ പാലിനകത്ത് നമുക്ക് നല്ല വെണ്ണ കിട്ടും. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഇച്ചിരി നേരം ഇട്ടിരുന്നാൽ അതിൻ്റെ പാടയെല്ലാം മേളിൽ ചൂടും. അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ആ പാട ഒഴിവാക്കി കഴിക്കുമ്പോഴും നല്ലതാണ്. ആ പാട നമ്മൾ ഒരാഴ്ചത്തെ എടുത്ത് വെച്ച് ഉറയൊഴിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്കൊന്ന് അരങ്ങിയെടുത്താൽ മതി. മിക്സിയിൽ അരങ്ങാം, അല്ലാതെ അരങ്ങാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാഴ്ചത്തെ പാട എടുത്ത് വെച്ചതാണ്. ഞാനിത് ജാറിലോട്ട് വെച്ചിട്ടുണ്ട്. കടകോലുണ്ട്, പക്ഷേ അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഇതാണ് കടകോല്, കണ്ടില്ലേ? പണ്ടത്തെ കടകോലാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരങ്ങിയെടുക്കാം. അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെണ്ണ നമ്മൾ അരങ്ങിയപ്പം കിട്ടിയത് കണ്ടില്ലേ? ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. നമുക്കത് അതിശയം തോന്നും ഇത്രയും വെണ്ണ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം വെണ്ണ നല്ല പ്രോട്ടീൻ റിച്ചാണ്. നമുക്ക് ഈ ഫ്രഷ് വെണ്ണ കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ കൈ നനച്ചിട്ട് വേണം ഈ വെണ്ണ ഉരുട്ടിയെടുക്കാൻ, അല്ലേ കയ്യിൽ ഒരുപാട് പറ്റിപ്പോവും. ഈ വെണ്ണ ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ള ഒരു ദൈവമുണ്ട്, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ. എല്ലാ ഉറിയിലും പോയി കട്ട് തിന്നുന്ന ഒരു സാധനമാണ് വെണ്ണ. അപ്പോൾ ആ വെണ്ണയുടെ ഗുണം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. അതുപോലെ വിശ്വരൂപം കാട്ടിക്കൊടുത്തപ്പോൾ യശോദാമ്മ പാടിയൊരു പാട്ടുണ്ട്. ആനത്തലയോളം വെണ്ണതരാമേട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. ഇപ്പോൾ ആനത്തലയോളം വെണ്ണ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലോട്ടിടാം. കണ്ടോ, ഒരാഴ്ചത്തെ വെണ്ണയാണ്. നമുക്കപ്പോൾ നമ്മൾ പാലിന് കൊടുക്കുന്ന പൈസ നമുക്ക് ഈ വെണ്ണയ്ക്കകത്ത് മുതലാവും. ഹെൽത്തി ആയിട്ടുള്ള വെണ്ണ കിട്ടും. കണ്ടില്ലേ? എളുപ്പമാണ്. നമ്മൾ വീട്ടിലൊരു ശകലം മെനക്കെട്ടാൽ മതി. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ്റെ കുഴപ്പമല്ല, നമ്മുടെ മടിയാണ് പലതിനും കാരണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ പാല് എല്ലാ വീട്ടിലും പാല് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെണ്ണ കിട്ടും. ഇത് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യും കിട്ടും. നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ണയും നെയ്യും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.